ഇസ്രയേൽ അവരുടെ പ്രദേശത്ത് ഗാസ ചിന്തയിലേക്ക്, അതുപോലെ തന്നെ ഗൊലാൻ കുന്നുകളിലേക്ക്, വെസ്റ്റ് ബാങ്ക് പ്രദേശത്തേക്കൊക്കെ പലസ്തീൻ്റെ കടന്നാക്രമണം ഉണ്ടാവുകയും അവിടെ നിന്ന് യഥാർത്ഥ പലസ്തീൻ പൗരന്മാരെ ആട്ടി ഓടിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതിപ്പോൾ വളരെ രൂക്ഷമായിരിക്കുന്നു. ഇസ്രയേൽ ഒരു യുദ്ധ കുറ്റവാളിയാണെന്ന് പ്രഖ്യാപിച്ചിട്ട് പോലും അത് ആ രീതിയിൽ കാണാൻ അമേരിക്കൻ ഭരണാധികാരികൾ തയ്യാറായില്ല. അവരാണ് ഇസ്രയേലിൻ്റെ ഭരണാധികാരികളുടെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ട് പലസ്തീനെ നശിപ്പിക്കാൻ ഒരുങ്ങുന്നത്. എന്തൊരു അഹങ്കാരത്തോടു കൂടിയാണ് അമേരിക്കയുടെ പ്രസിഡന്റ് പ്രഖ്യാപിച്ചത് ഈ വെസ്റ്റ് ബാങ്ക് പ്രദേശവും ഗാസ പ്രദേശവും ഒക്കെ ഏറ്റെടുത്തിട്ട് അവരുടെ ടൂറിസം കേന്ദ്രമായി മാറ്റുന്നൊക്കെ പ്രഖ്യാപിക്കുകയാണ്. ഒരു ജനാധിപത്യ മര്യാദയുമില്ലാതെ ഒരു രാജ്യത്തിന് നേരെ നടക്കുന്ന കയ്യേറ്റമാണത്. ഗസയിൽ നമ്മൾ കണ്ടു, ചെറിയ കുഞ്ഞുങ്ങളടക്കം ബോംബ് വർഷത്തിൽ എത്ര സങ്കടകരമായിട്ടാണ് കൊല്ലപ്പെടുക മാത്രമല്ല, മേലാസകലം പൊള്ളി വേദന തിന്ന് ജീവിക്കുന്ന കുരുന്നുകളെ കാണുമ്പോൾ നമുക്ക് മനസാക്ഷി വല്ലാതെ പടഞ്ഞു പോവുകയാണ്. അത് ലോകത്തിലെല്ലാ മനുഷ്യരും അത് കാണേണ്ടതായിട്ടില്ലേ? അതുകൊണ്ട് ഈ പലസ്തീൻ പ്രദേശം അവർക്ക് അവകാശപ്പെട്ടതാണ്. ഇതിൽ ഏതെങ്കിലും മതമോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള പ്രാദേശികവാദമോ ഒന്നുമല്ല. നമ്മൾ പലസ്തീൻ ഐക്യദാർഢ്യ CPI സംഘടിപ്പിക്കുമ്പോൾ ചിലരെല്ലാം പറയാറുണ്ട് മുസ്ലിം പ്രീണനാണ്, അറബ് വംശജരാണ് ഇവിടെ കൂടുതൽ ഉള്ളത് എന്നതുകൊണ്ടാണ്. അതല്ല, ഇന്ത്യയിൽ നിന്ന് നമ്മൾ ആട്ടി ഓടിക്കപ്പെട്ടാൽ എങ്ങനെയിരിക്കും? നാം താമസിക്കുന്ന പ്രദേശത്ത് നമുക്ക് അംഗീകാരം കിട്ടാതിരുന്നാൽ എങ്ങനെയിരിക്കുമെന്ന് കാണാൻ നമുക്ക് സാധിക്കണം. അത് വളരെ കണ്ണില്ലാത്ത മനുഷ്യത്വഹീനമായിട്ടുള്ള ക്രൂരതയാണ് നടക്കുന്നത്. ഇപ്പോൾ ഇനി അവിടെ ആരെങ്കിലും ബാക്കിയായിട്ടുണ്ടോ ജീവിച്ചു എന്നുള്ളത് തന്നെ പറയാൻ കഴിയാത്ത വിധം ലക്ഷക്കണക്കിന് ആളുകൾ ഓടിക്കപ്പെട്ടു, കൊല്ലപ്പെട്ടു. അതുകൊണ്ട് ഇത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. ഒരുതരം അരാജകത്വം അല്ലെങ്കിൽ ഒരു വളരെ ബാർബേറിയനായിട്ടുള്ള ഒരു സമീപനമാണ്, പൈശാചികമായിട്ടുള്ള സമീപനമാണ് ഇസ്രയേൽ ഭരണാധികാരികൾ കാണിക്കുന്നത്. അതിനെല്ലാ പിന്തുണയും ഒരു മടിയുമില്ലാതെ, വലിയ ജനാധിപത്യമാണ് അമേരിക്കയിലെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഒരു ജനാധിപത്യവുമല്ല, ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് അമേരിക്കയുടെ ഭാഗമായിട്ടുണ്ടാകുന്നത്. കർശനമായിട്ട് അതിനെ എതിർക്കേണ്ടതായിട്ടുണ്ട്. ഞങ്ങൾ അതുകൊണ്ടാണ് പലസ്തീൻ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് സാമ്രാജ്യത്വ വിരുദ്ധമായിട്ടുള്ള പ്രക്ഷോഭം CPIM നടത്തുന്നത്. ഹമാസുമായുള്ള വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ടാണ് ഇസ്രായേലി നടപടിയെടുത്തത്. ഇന്ത്യ പലസ്തീനൊപ്പമാണെന്ന് പറയുമ്പോഴും ആ ഒരു വിഷയത്തിൽ ഇടപെടൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് കാര്യമായി ഉണ്ടാകുന്നില്ല. നമ്മുടെ രാജ്യത്തെ ഗവൺമെൻറ് ഒരു തരം വ്യത്യസ്ത സമീപനം, അതായത് സ്ഥിരമായിട്ടുള്ളൊരു അഭിപ്രായം പറയാം. നമുക്കൊരു ഫോറിൻ പോളിസി ഉണ്ടായിരുന്നു. അതായത് ചേരിചേരാ നയം എന്ന് പറഞ്ഞാൽ ബാലൻസ്ഡ് ആയിട്ട് കുറ്റം ചെയ്യുന്നവരെയും കുറ്റം ചെയ്യാത്തവരെയും ഒരുപോലെ കാണലല്ല. ചേരിചേരാ നയം എന്ന് പറയുന്നത് ശരിയുടെ കൂടെ നിൽക്കുന്ന നയമാണ്. ആരുടെയും കക്ഷി ചേർന്നുകൊണ്ട് കൂടുതൽ മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ അങ്ങനെയല്ല കാണുന്നത്. നമ്മൾ കാണുന്നത് ശരിയുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. ആ ഒരു ചേരിചേരാ നയം നെഹ്റുവിൻ്റെ കാലത്തൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ പിന്നീട് വന്ന ഇന്ത്യൻ ഭരണാധികാരികൾ അത് നശിപ്പിച്ചു കളഞ്ഞു. നരേന്ദ്രമോദിയാണെങ്കിൽ വളരെ വ്യക്തമായിട്ട് പറയുമ്പോൾ പലസ്തീൻ ജനതയുടെ കൂടെയാണെന്നൊക്കെ പറയുമെങ്കിലും വളരെ വ്യക്തമായിട്ട് അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ അജണ്ടയുടെ കൂടെ നിൽക്കുകയാണ് ഡൽഹിയിലെ BJP ഭരണകൂടം എന്നുള്ളത് പലപ്പോഴായിട്ട് നമ്മൾ കണ്ടതാണ്. ഇത് ഇന്ത്യൻ ജനതയെ സംബന്ധിച്ചിടത്തോളം അപമാനകരമായ കാര്യമാണ്. വേദന അനുഭവിക്കുന്നവരോടൊപ്പം നിൽക്കുന്നതാണ് യഥാർത്ഥ ഇന്ത്യൻ ഡെമോക്രസി. അത് നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ്, BJP ഗവൺമെൻറ് അത് കളഞ്ഞു കുടിച്ചിരിക്കുകയാണ്. അതിലും ഞങ്ങൾക്ക് ശക്തമായ പ്രതിഷേധമുണ്ട്.